ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാനസിക്കുന്നത് സഹോദരൻ എബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. കർത്താവിന്റെ പരിശുദ്ധവും ധന്യവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെയും നമുക്ക് ദൈവീക തൃപ്പാദത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ ആലോചനകൾ ശ്രദ്ധിക്കുവാൻ, പഠിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവിക സന്ദേശത്തിലേക്ക് കടന്നു വരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും അവരെ സംബോധന ചെയ്തെഴുതുന്ന ഒരു ലേഖനമാണല്ലോ ഇത്. ഇതിൽ ധന്യനായ പൗലോസ്ലീഹ ദൈവത്തിന്റെ ആത്മാവിൽ നിവേശിതനായിക്കൊണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദാർശനികമായ അറിവുകൾ, ആ സ്വഭാവത്തിന്റെ അകക്കാമ്പുകൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം എന്ന് ദൈവാത്മാവിലൂടെ ഇവിടെ ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. നാം വായിച്ച വേദഭാഗം ഒരുപക്ഷെ നാം കർത്താവിനെ ആരാധിക്കാൻ വരുന്ന സമയത്തിലോ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ഓർക്കുമ്പോൾ നമ്മൾ വായിക്കാൻ എടുക്കുന്ന ഒരു ഭാഗത്തോട് ചേർന്ന് വരുന്ന ഒരു വാക്യമാണ് ഇത്. സത്യസന്ധമായ ഒരു വിവരണം, സത്യസന്ധനായ ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ ആഴത്തിൽ വിവരിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം, ഏത് ഭാവം? യേശുക്രിസ്തുവിലുള്ള ഏത് ഭാവമാണോ അതേ ഭാവം ഓരോ ദൈവമക്കൾക്കും അഥവാ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ദൈവാത്മാവ് ഇവിടെ പറയുകയാണ്. ആരാണ് യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ശത്രുക്കളായി നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ നാമം ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തുവിന്റെ ഭാവം തുലവും ഇല്ലാത്തതുമായ ആളുകളാണ്. അവർ പേരുകൊണ്ട് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടാം, അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പക്ഷേ അവർ കർത്താവിനും അവിടുത്തെ രാജ്യത്തിനും ശത്രുക്കളായി നിൽക്കുകയാണ്. എന്താണ് ഈ ശത്രുതയുടെ യഥാർത്ഥ മാനം, അല്ലെങ്കിൽ എന്താണ് അവരെ ശത്രുതയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം? കാരണം ക്രിസ്തുവിലുള്ള ഭാവം അവരിൽ ഇല്ല. ഒരു ഹൈന്ദവ സ്നേഹിതൻ ഒരിക്കൽ ഇങ്ങനെ എഴുതിയത് ഞാൻ വായിച്ചു. ദൈവത്തിന്റെ ഏറ്റവും മഹത്വകരമായ പ്രകാശനവും ഉപദേശവും ജീവിതവും യേശുക്രിസ്തുവിൽ കാണാമെങ്കിലും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ ഇതൊന്നും കാണുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു പ്രസ്താവന ആ ഹൈന്ദവ സ്നേഹിതൻ പറയുകയുണ്ടായി. ക്രിസ്ത്യാനിത്വത്തിന് വിരോധമായി ചൈനയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഏകദേശം 97 പ്രകടന പത്രികകളിൽ 96 എണ്ണത്തിൽ പോലും യേശുക്രിസ്തുവിനെ കുറിച്ചോ വേദപുസ്തകത്തെക്കുറിച്ചോ ഒരു വാക്കും ദുഷിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുന്നു. പിന്നീട് എന്താണ് അവർ ദുഷിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ക്രിസ്തു ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. ടെന്നിസൺ എന്ന് പറയുന്ന ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എല്ലാ നിലയിലുമുള്ള ജീവിതങ്ങളെക്കാൾ ഏറ്റവും അർത്ഥവത്തായ ജീവിതം യേശുക്രിസ്തുവിലുള്ള ജീവിതമാണ്. ആ ജീവിതമാണ് തന്നിൽ വിശ്വസിക്കുന്നവരും കാഴ്ച വയ്ക്കേണ്ടത് എന്ന് ടെന്നിസൺ ഒരിക്കൽ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ അനുഗാമികളെന്ന് യേശുക്രിസ്തുവിന്റെ അനുകാരികളെന്ന്
അഭിമാനിക്കുന്നവരായ നാം എന്തുകൊണ്ടാണ് ലോകത്തിന്റെ മുമ്പിൽ പരിഹാസ വിഷയമായി ഇരിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആ ആഴം, ആ ചര്യ, ആ ഭാവം നമ്മളിൽ ഇല്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിന്റെ ദാസന്മാർ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കണം. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ യേശുക്രിസ്തുവിന്റെ ജീവിതം പോലെ ജീവിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതിൻ്റെ അകത്ത് തന്നെ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളയാൾ അവിടുത്തെ ആത്മാവുള്ളവനാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്തെ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, നമ്മളിൽ എന്നേക്കും ഇരിക്കുവാൻ സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന ഈ ആത്മാവിൽ കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മളിൽ പ്രകടമായി കാണേണ്ടതൊന്നാണ് അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ഭാവം. നിന്റെ ഭാവം, നിന്റെ രൂപം എൻ്റെ ജീവിതത്തിന്റെ എല്ലാമായി തീരുവാൻ നമുക്കിന്ന് പകൽക്കാലം അനുവദിക്കാം. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം. ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.